ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. അനോമി എന്ന് പറയുന്ന മൂവിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നാണ് മൂവിയുടെ നെയിം വരുന്നത്. ആക്ച്വലി നമ്മുടെ ഭാവനയൊക്കെയാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. ഭാവന മാത്രമല്ല, നമ്മുടെ റഹ്മാനുണ്ട്, ദൃശ്യ രഘുനാഥ്, ബിനു പപ്പു ഉണ്ട്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടമാണ്. റിയാസ് മരത്ത് എന്ന് പറയുന്ന ആളാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. സോ കമ്മിങ് ടു ദ മൂവി, ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു അൺസോൾവ്ഡ് കേസിനെതിരെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അൺസോൾവ്ഡ് കേസിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു കേസ് സോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കേസിന് തുമ്പ് കണ്ടെത്താനായിട്ട് പോകുന്ന ഒരു പാരലായിട്ട് പോകുന്ന രണ്ട് ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങളും കാര്യങ്ങളും. അതായത് ഒന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും, പിന്നെ ഒരു എന്താ പറയുക, ഈ ഫോറൻസിക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഇതായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പടമാണ്. സോ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഭാവന വരുന്നത്. ആ രണ്ട് ഭാഗത്തൂടെയും പോകുന്ന കുറച്ച് കേസന്വേഷണവും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന നൈസായിട്ടുള്ള ഒരു പ്ലോട്ട് പറയുന്ന, കിഡിലോസ്കി ആയിട്ട് അത്യാവശ്യം ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു ക്ലൈമാക്സ് ഒക്കെ വരുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയതാണ്, ഐ തിങ്ക് എൻ്റെ തോന്നൽ മേ ബി ആയിരിക്കാം, പക്ഷെ എന്നാലും എനിക്കത് പറയണം. അതായത് ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ കുറച്ചധികം ഫാസ്റ്റ് കട്ടും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ബട്ട് പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ച് സ്ലോ ബേസ് ആയിപ്പോയി പടം. അതായത് ഇച്ചിരി വലിച്ചിട്ടായിപ്പോയി. ഇത് ഇനിയും ട്രിം ആക്കാമായിരുന്നു. 1.5 മണിക്കൂർ സെറ്റ് ചെയ്യുന്ന പടവേ ഉള്ളൂ ഇത്. കാരണം അവർ മാക്സിമം അങ്ങ് വലിച്ചു നീട്ടുന്ന ഒരു സാധനത്തിലോട്ട് അവരങ്ങ് കൊണ്ടുപോയി പടം. ഇപ്പോൾ കുറച്ചധികം ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പടം ഇൻട്രസ്റ്റിംഗ് ആയേനെ. കുറച്ചും കൂടെ അത് നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട്. ഇപ്പം സംഭവം കൊള്ളാം, കുറച്ച് വലിച്ച നീട്ടിലായിപ്പോയി. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഡ്രാഗിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ചില ഇതൊക്കെ ഉണ്ട്. ബട്ട് എനിവേ എന്തായാലും നൈസാണ്. ഭാവന നല്ല കിഡിലോസ്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് അത് കാഴ്ച വെച്ചേക്കുന്നത്. ആക്ച്വലി നല്ലൊരു ആക്ട്രസ് ആണ് ഭാവന. ബട്ട് കുറച്ച് നാളുകൊണ്ട് പുള്ളിക്കാരത്തി മൂവീസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് എനിവേ വന്നത് നല്ലൊരു പടമായിട്ടാണ്. ഇതുപോലത്തെ കുറേ നല്ല പടങ്ങളൊക്കെ ചെയ്യട്ടെ, അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് നമ്മളുടെയൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഇഷ്ടം. സോ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് നല്ല പടങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ചധികം വെറൈറ്റി പടങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല കിഡിലോസ്കി പടമായിട്ടൊക്കെ ഇനിയും വരിക. സോ അപ്പോൾ എന്തായാലും ഇതൊരു എന്താ പറയുക, ഒരു ആക്ഷൻ ത്രില്ലർ ആ ഒരു ജോണറിൽ പോകുന്ന പടമാണ്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും പോയി കാണുക. നൈസ് ഒരു പടമാണ്. സോ പേര് മറക്കണ്ട, അനോമി എന്നാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം പറയേണ്ടത്, ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പേര് ഹർഷവർദ്ധൻ രാമേശ്വർ. ഈ പുള്ളി മറ്റേ ആനിമലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ആളല്ലേ. ആനിമൽ, അർജുൻ റെഡ്ഡി അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പടത്തിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പടത്തിൻ്റെ കോപ്പി സാധനങ്ങൾ ഇവിടെ ഞാൻ കേട്ടു. കുറേ പടത്തിൻ്റെ നമ്മൾ കേട്ട് മടത്തിലുള്ള ഒന്ന് വിക്രം, പിന്നെ വേറെ ഏതൊക്കെയോ കുറച്ച് പടങ്ങൾ ഞാൻ അന്നേരം അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പക്ഷെ മറന്നുപോയി. പക്കാ കോപ്പി, ഇൻസ്പിറേഷൻ ഒന്നുമില്ല, പക്കാ കോപ്പി സാധനം ഉണ്ട് ഗൈസ് ഇതിനകത്ത്. അതൊരു വല്ലാത്തൊരു ഒരു വൻ പോരായ്മയായിരുന്നു. ആയിരുന്നതല്ല. അതിലൊന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ഗൈസ്, അപ്പം അങ്ങനെ ചെറിയ കുറച്ചധികം പോരായ്മകളും എന്നാലൊട്ട് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു പടമാണ്. സോ അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ഫാസ്റ്റ് ബേസ് ആക്കിയിരുന്നെങ്കിൽ, അതായത് കുറച്ചും കൂടെ ട്രിം ആക്കിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ഈ പടം ഒന്ന് വന്നിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയ നല്ലൊരു കിടുക്കം പടമാണ് സുഹൃത്തുക്കളെ അനോമി. സോ അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആക്ഷൻ ത്രില്ലർ ജോണർ മൂവിയൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക അനോമി എന്ന് പറയുന്ന മൂവി. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ.